ശ്രീ റെജി ലൂക്കോസ്. നമ്മൾ നമ്പർ 1 കേരളമാണെങ്കിൽ, നമ്മളുടെ ആരോഗ്യ മേഖല നമ്പർ 1 ആണെങ്കിൽ, നമുക്ക് അതിലൊരു ആത്മവിശ്വാസം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത് ആരോഗ്യ മേഖലയിൽ നിന്ന്. ഇത് നോക്കൂ, സർക്കാർ ആശുപത്രികളിലേക്ക്, ഒരു മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസുമായി വരുന്നു. ഏറ്റവും വലിയ ആശ്രയമാണ് സാധാരണക്കാരൻ്റേത്. അവൻ ഈ പറയുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ പോയി ലക്ഷങ്ങൾ മുടക്കി ചികിത്സ തേടാൻ കഴിയാത്തതിൻ്റെ ഒരു സാഹചര്യം കൂടി ഉണ്ടാകും ഒരു പക്ഷേ അതിന് പിന്നിൽ. അപ്പോൾ അവിടെ വരുമ്പോൾ കൃത്യമായ ചികിത്സ നൽകുന്നു, ഉത്തരവാദിത്വ ബോധത്തോടെ അത് നൽകുന്നു, ആ സേവനം നൽകുന്നു എന്നൊരു ബോധ്യം വേണം. എന്താ നോക്കൂ, നമ്മളുടെ ആരോഗ്യ മേഖലയെ വില കുറച്ച് കാണിക്കാൻ ഇടയാകുന്ന തരത്തിലുള്ള പ്രവണതയുണ്ടാകുന്നുണ്ട് എങ്കിൽ അവിടെ പോയാൽ കൃത്യമായ ചികിത്സ കിട്ടില്ല, ഒരു പക്ഷേ ജീവന് പോലും ഹാനികരമാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ബോധ്യം പൊതുജനത്തിന് ഉണ്ടാകും വിധം ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് കിടക്കാടം പണയം വെച്ചിട്ടാണെങ്കിലും ഉള്ളത് മുഴുവൻ വിറ്റുതുലച്ചിട്ടാണെങ്കിലും പോകാൻ സമൂഹത്തെ നിർബന്ധിതരാക്കുന്ന രീതിയിൽ കെടുകാര്യസ്ഥത വാഴുന്നുണ്ടെങ്കിൽ അതിൽ അടിമുടി പരിഷ്കാരം വേണ്ടതുണ്ട്. മാധു എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, നമ്മൾ നമ്പർ 1 ആണ് എന്ന് അവകാശപ്പെടുന്നതാണ് ഇവിടെ ആരോഗ്യ മേഖലയിൽ. അതിൽ മാധു ഒരു സംശയം വിചാരിക്കണ്ട, നമ്മൾ നമ്പർ 1 തന്നെയാണ്. നേരത്തെ ഡോക്ടർ മുബാറക്ക്, ബഹുമാനപ്പെട്ട ഡോക്ടറോട് പറഞ്ഞു ഹ്യൂമൻ എറർ സംഭവിക്കാറുണ്ട്. അദ്ദേഹം അമേരിക്കയൊക്കെ ഉദാഹരിച്ചു. എന്നാൽ ഞാനൊരു കണക്കം കൊണ്ട് പറയാം. അതായത് അമേരിക്കയിൽ ചികിത്സാ രംഗത്തെ പിഴവിൻ്റെ ശതമാനം എന്ന് പറയുന്ന 3.1%. എന്നാൽ അത് കേരളത്തിൽ കേവലം 1.2% മാത്രമേ ഉള്ളൂ. അമേരിക്കയാണ് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഡോക്ടർ ബിനോജ് ജോൺസൺ എന്ന് പറയുന്ന ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായി വീഴ്ച, തർക്കിക്കാനൊന്നുമില്ല, അതിലൊരു സംശയമില്ല കാര്യത്തിൽ. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. 4 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ 6ാമത്തെ വിരല് ശസ്ത്രക്രിയയിലൂടെ റിമൂവ് ചെയ്യാൻ ചെന്നപ്പോൾ ടങ് ടൈ എന്ന് പറയുന്ന ആ പ്രതിഭാസം, നാക്കിനടിയിലുള്ള ഒരു ചെറിയ ഞരമ്പ് അതാണ്, പ്രായം കൂടുന്തോറും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്. അത് അന്ന് 12ഓളം കുട്ടികളെ അത് തന്നെയായിരുന്നു അവിടെ ചികിത്സിച്ചത്. തൊട്ടുപുറകെ കുഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, ഞാൻ അടിവരവിട്ടിട്ട് പറയാം, അത് സംഭവിച്ചു. അതിൻ്റെ പേരിൽ നമ്മുടെ ആരോഗ്യ രംഗത്ത് വിശ്വസനീയമല്ല, അത് നമ്പർ 1 അല്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഉദാഹരണം പറയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് നിബ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വൈറസിനെ, പകർച്ചവ്യാധിയെ, രോഗത്തിനെ പിടിച്ചു കെട്ടിയത്. ഒരു നേഴ്സ് ജീവത്യാഗം വരെ വഹിച്ചു. അന്ന് ഇതുപോലെ തന്നെ നമ്മളൊക്കെ ചർച്ചയ്ക്കിരുന്നു. അന്ന് ചർച്ചയ്ക്കിരുന്നപ്പോൾ അന്നത്തെ നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്ന ഷൈല ടീച്ചർ ധൈര്യപൂർവ്വം കോഴിക്കോട് സിറ്റിയിൽ നിന്ന് പോലും ആളുകൾ ഒഴിഞ്ഞു മാറി. ഭീകരമായുള്ള വാർത്തകളുടെ ഫലമായിട്ട് നിവ അത്ര ഭീകരമാണ്, കാരണം ബ്രസീലിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ അത്ര ഭയങ്കരമാണ്. അന്നും ഓട്ടോറിക്ഷക്കാർ വരെ കോഴിക്കോട് നഗരം വിട്ടുപോയി ഭയന്നിട്ട്. അത് ഈ ശൈലജ ടീച്ചർ ധൈര്യപൂർവ്വം കോഴിക്കോട് ചെന്ന് ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ എല്ലാം ഒന്നിച്ചിരുത്തിക്കൊണ്ട് അതിനെ നേരിട്ടു. അന്നും ഇതേ ഡോക്ടർമാരാണ് ഈ ഭീകരമായിട്ടുള്ള ഈ ഭീഷണിയായ ഈ നിബ എന്ന് പറയുന്ന രോഗത്തിനെ പിടിച്ചു കെട്ടിയത്. അത് കോഴിക്കോടാണ്. രണ്ടാമത് വീണ്ടും റിപ്പോർട്ട് ചെയ്തു. അന്ന് ബഹുമാനപ്പെട്ട വീണ ജോർജ് ആയിരുന്നു മന്ത്രി, അവർ ഇതുപോലെ ചെയ്തു. അത് കഴിഞ്ഞ വർഷമാണ്. അന്ന് ഇതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്തു. കേരള അനാസ്ഥ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം ലെറ്റർ എഴുതി കേന്ദ്ര ആരോഗ്യ വകുപ്പിന്. കേന്ദ്ര ആരോഗ്യ വകുപ്പിൻ്റെ വിദഗ്ധർ കേരളത്തിൽ വന്നപ്പോൾ അവരെന്താ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഇത്രയ്ക്ക് വിദഗ്ധമായിട്ട് ഈ രോഗത്തെ ഇവിടെ വരിഞ്ഞു കെട്ടിയെന്നാണ് പറയുന്നത്. വവ്വാലുകളെല്ലാം കൂട്ടത്തോടെ കൊന്നു. അങ്ങനെ കേരളത്തിൽ ഒരുപാട് മേഖലകൾ, രാജ്യത്തിനും ലോകത്തിനും മാതൃകയായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നേടിയ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്ന, ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന നമ്പർ 1, അത് അഭിമാനത്തോടെ പറയാം. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ സംഭവിച്ചത് ആ ഡോക്ടർക്ക് വന്ന പെശകാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെങ്കിലും വരുന്ന ഏതെങ്കിലും ഒരു പിഴവിനെ നമ്മൾ ചർച്ച ചെയ്യണം, വിമർശിക്കണം. അത് നമ്മുടെ നാടിൻ്റെ ആവശ്യം. ഹരിദാസ് സാർ പറഞ്ഞ പോലെ അതിനെ വിമർശിക്കണം, കാരണം നമ്മുടെ ജീവൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളിൽ എന്തെല്ലാം രീതിയിലുള്ള പിഴവുകൾ വരുന്നു, എത്ര രോഗികൾ മരിക്കുന്നു. നാക്കിന് പകരം കാല് ശസ്ത്രക്രിയ, അല്ല ഇടത്തെ കാലിന് പകരം വലത്തെ കാല് ശസ്ത്രക്രിയ ചെയ്യുന്നു. നിങ്ങൾ ആരെങ്കിലും ഇതെല്ലാം വാർത്തയാക്കി ചർച്ച ചെയ്യാറുണ്ടോ? ചർച്ച ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് കാരണം? ആ കാരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല, അത് കേൾക്കുന്ന പ്രേക്ഷകർക്കറിയാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നമ്മുടെ ജീവനെ കാക്കുന്ന ഡോക്ടർമാരുടെ മനോബലത്തെ തകർക്കുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. അടങ്ങൽ സംസാരിക്കരുത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇങ്ങനെ സംഭവിച്ചത് ആ നിമിഷം തന്നെ ആ ഡോക്ടർ ക്ഷമ പറഞ്ഞു, എനിക്ക് പറ്റിയ അബദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി വേറൊരു കാര്യം പറയാം. ഞാനൊരു വലിയ ചോദ്യത്തിന്റെ തുടക്കത്തിലാണ്, നമ്മൾ നമ്പർ 1 ആണെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തപൂർണ്ണമായ സേവനം മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടണം, ആരോഗ്യ മേഖലയിൽ നിന്ന് കിട്ടണം എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്പർ 1 തന്നെ അങ്ങനെ പിടിച്ചു തൂങ്ങണമെന്ന നിർബന്ധമൊന്നുമില്ല. അതിൽ എനിക്കും തർക്കമൊന്നുമില്ല. നമ്മുടെ ആരോഗ്യ സംവിധാനം മികച്ചതാണ്. ഇനി
ഡോക്ടർ മുബാറക് സാനിയോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറയുന്നുണ്ട്, ഹ്യൂമൺ എറർ ഉണ്ടാകില്ലെന്ന് ആര് പറഞ്ഞു? ഉണ്ടായാൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമുക്കൊക്കെ തെറ്റ് പറ്റുമ്പോൾ നമ്മളതിനെ ലഘൂകരിച്ച് കാണിക്കാനുള്ള ശ്രമമുണ്ടാകും. ഇതൊക്കെ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. സംഘടിതമായി തെറ്റേ പറ്റിയിട്ടില്ല എന്ന നിലയ്ക്ക്, തെറ്റുപറ്റിയെന്നൊരു വാക്കില്ലാതെ അങ്ങനെ ചെറുക്കുന്ന മനോഭാവം എന്താണ് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. മറ്റൊന്ന്, അത് ഞാൻ മുബാറക് സാനിയോട് ചോദിച്ചതാണ്. ഞാൻ അങ്ങയോട് ചോദിച്ചത് എന്താണ്, നമ്മുടെ ഈ പറയുന്ന നമ്പർ 1 എന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്ന പൊതു ആരോഗ്യ മേഖലയെ അങ്ങനെ തന്നെ ഡീഗ്രേഡ് ചെയ്യാൻ പാകത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ, പ്രൈവറ്റ് ആരോഗ്യ മേഖലയിലേക്ക് ജനങ്ങൾക്ക് ഉള്ളതെല്ലാം വിറ്റുതച്ചു പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എങ്കിൽ അവിടെ പരിഷ്കാരം വേണമെന്നാണ്. അങ്ങ് എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി സംസാരിക്കാത്തത്? അങ്ങേക്ക് ഈ നമ്പർ 1 കുറിച്ച് മാത്രം സംസാരിച്ചു പോയാൽ മതിയോ? അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. അത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒന്ന് ആലോചിക്കണം, ബാധു ഒന്ന് ആലോചിക്കണം. കഴിഞ്ഞ 8 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിലെ 8 വർഷമല്ല, നമ്മൾ കേരളം രൂപീകരിച്ച നാൾ മുതൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മികവ് നേടിയിരിക്കുന്ന വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലാണ്. അത് മാധവും ഞാനും ഈ ചർച്ചയിലുള്ള ആരെങ്കിലും തർക്കിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 8 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലകളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജ് മുതൽ അങ്ങനെ ഏത് സെഗ്മെന്റിലുള്ള ആശുപത്രി, സർക്കാരിൻ്റെ അധിഷ്ഠിതരുള്ള ആശുപത്രിയിൽ മാധുവിൻ്റെ ഈ വാർത്താമാധ്യമങ്ങളെ ടീമിനെ ഒന്നും പറഞ്ഞു വിടണം. എത്ര ആധുനികപരമായ രീതിയിൽ ശുചിത്വത്തിൻ്റെ കാര്യത്തിലായാലും ചികിത്സയുടെ കാര്യത്തിലായാലും മരുന്നിൻ്റെ കാര്യത്തിലായാലും ഇത്രയ്ക്ക് അഡ്വാൻസ് ഒരു സ്വകാര്യ ആശുപത്രിക്ക് 7 അയലോക്കത്ത് പോലും പറ്റാത്ത രീതിയിൽ നമ്മുടെ ആരോഗ്യ മേഖല സർക്കാർ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിരിക്കുന്നത് കോട്ടയത്താണ്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങളൊരു ദിവസം വരണം. അവിടെ A to Z കാറ്റഗറിയിലുള്ള മനുഷ്യർ കോട്ടയം മെഡിക്കൽ കോളേജിൽ വരും. ഞാൻ തന്നെ അവിടെ പലതവണ പോയിട്ടുണ്ട്, പല കാര്യങ്ങൾക്കുമായിട്ട്, പല രോഗികളെ കാണുന്നതിനായിട്ട്. അവിടെയുള്ള ആളുകൾക്ക് ആശ്രയ കേന്ദ്രമാണ്. 4 ജില്ലയിൽ നിന്ന് അവിടെ ആൾ വരുന്നുണ്ട്. അതുപോലെയാണ് നമ്മുടെ ഓരോ സർക്കാർ ആശുപത്രികളിലും. അതിനെയെല്ലാം നമ്മൾ ഞാൻ നമ്പർ 1 വാക്ക് ഉപയോഗിക്കുന്ന അഭിമാനത്തോടുകൂടി, അന്തസ്സോടുകൂടി ഈ നമ്പർ 1 വിടില്ലേ? വേറെ ഒന്നും പറയാനില്ല. ഞാൻ ഇരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട്. കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുൻപ് എൻ്റെ ഒരു സുഹൃത്തിന്റെ അച്ഛൻ അവിടെ അഡ്മിറ്റ് ആവുന്നുണ്ട്. ഞാൻ അവിടെ പോയപ്പോൾ വാർഡിൽ സ്ഥലമില്ലാഞ്ഞിട്ട്, നമുക്കറിയാലോ റഫറൻസ് വഴിയാണ് മെഡിക്കൽ കോളേജിലേക്ക് അധികവും രോഗികൾ വരുന്നത്. പായും തലയണയും എടുത്തുകൊണ്ടാണ് വരുന്നത്. വരാന്തയിൽ കിടക്കാൻ ഇടയുള്ളിടത്തെല്ലാം, വിരിവെക്കാൻ ഇടയുള്ളിടത്തെല്ലാം അവിടെ കിടക്കുന്നത് രോഗികളാണ്. അങ്ങനെ ഒരു പ്രൈവറ്റ് ആശുപത്രിക്കും എത്തി നോക്കാൻ കഴിയാത്ത വമ്പും വീമ്പും ഒന്നും പറഞ്ഞു കളയല്ലേ. ഇവിടുത്തെ ഓരോ സാധാരണക്കാരും മെഡിക്കൽ കോളേജിൽ കയറി ഇറങ്ങുന്നതാണ്. ഒരു എക്സ്റേ എടുക്കണമെങ്കിൽ, ഒരു CT എടുക്കണമെങ്കിൽ ഒക്കെ ആരെ കൊണ്ടൊക്കെ വിളിച്ചു പറയിക്കണം, അവരെ കൊണ്ടൊക്കെ വിളിച്ചു പറയിക്കാനുള്ള ഓട്ടമാണ് ബൈസ്റ്റാൻഡേഴ്സ് നടത്തുന്നത്. അങ്ങനെ പെട്ടെന്ന് അങ്ങ് വിളിപ്പിച്ചു കളയല്ലേ. അല്ല മാധു, അതിനൊരു വ്യക്തമായ മറുപടി ഉണ്ട്. മാധു ഈ പറയുന്നത്, മാധു മിടുക്കിയായ മാധ്യമ പ്രവർത്തിയെടുത്ത് എല്ലാം അറിയാമെങ്കിൽ ഞാനങ്ങ് പറയാം. മെഡിക്കൽ കോളേജുകളിൽ ഇന്ന് അക്കോമഡേഷനേക്കാൾ ഉപരിയായ രീതിയിലുള്ള രോഗികൾ വരുന്നുണ്ട്. അവർ ചിലപ്പോൾ സ്ഥലപരിമിതികളുടെ പേരിൽ അവർ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കാരണം ആ മെഡിക്കൽ കോളേജുകളെ ഈ സർക്കാർ ആശുപത്രികളിലെ ജനങ്ങൾക്ക് അത്രയ്ക്കും വിശ്വാസമാണ്. ഉള്ള പരിമിതമായ സ്ഥലത്തല്ലേ അവർക്ക് ബെഡും സൗകര്യങ്ങൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നമ്മളങ്ങ് തിളങ്ങിപ്പോയെന്നൊന്നും പറയരുതേ എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. നമ്മളങ്ങ് തിളങ്ങിപ്പോയെന്നൊന്നും പറയരുതേ എന്ന് പറഞ്ഞുള്ളൂ. ഒരു മെഡിക്കൽ കോളേജിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത, അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞു 4 ജില്ലകളിൽ നിന്ന് അവിടെ ചികിത്സയ്ക്ക് വരുന്നുണ്ട്. ഓരോ മെഡിക്കൽ കോളേജിൽ നിന്നും സത്യമാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര രോഗികളുടെ ബാഹുല്യമുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ബജറ്റ് വിഹിതം ഉൾപ്പെടെ മാറ്റിവെച്ച് അതിന് അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ജനങ്ങൾ അങ്ങനെ വരാന്തയിൽ കിടക്കട്ടെ, ഞങ്ങൾ ഉത്തരവാദിത്തപൂർവ്വമായ സേവനം നൽകുന്നുണ്ടല്ലോ, അത് കൊതിച്ചാണ് വരുന്നതെന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ വീഴ്ചയും ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ കിടക്കുന്നിടത്ത്, ഇങ്ങനെയൊക്കെ വിശ്വാസം അർപ്പിക്കുന്നിടത്താണ് ഈ വീഴ്ചയും ഉണ്ടാകുന്നത് എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. നിങ്ങൾ കണ്ണടച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലകളിൽ ഇത്രയധികം സൗകര്യങ്ങളോടുകൂടി വികസിതമായ രീതിയിൽ മോഡേൺ എക്യുപ്മെന്റ്സോട് കൂടി അന്താരാഷ്ട്ര നിലവാരത്തിൽ ലോകത്തിന് അഭിമാനമായിട്ട് നമ്മുടെ അഭിമാനിക്കേണ്ട, നമ്മളങ്ങ് അഭിമാനിച്ചാൽ മതി. നമുക്ക് അഭിമാനിക്കാനുള്ള വകയുണ്ടായാൽ മതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആണ് നിപയെ പിടിച്ചു കെട്ടിയത്, അവിടെയാണ് ലിനി രക്തസാക്ഷിയായത് എന്നൊക്കെ. നഴ്സ് ലിനി അവിടെ ഉണ്ടായിരുന്നത് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയാണ് നഴ്സ് ലിനി എന്ന് പറയുന്നത്. നമ്മളൊക്കെ അഭിമാനത്തോടെ, നമ്മളൊക്കെ സ്നേഹത്തോടെ, നമ്മളൊക്കെ ഏറ്റവും വലിയ കടപ്പാടോടുകൂടി ഓർക്കുന്ന ഒരാളാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു വീഴ്ച ഉണ്ടാകുന്ന സമയത്ത് ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ ഒന്ന് രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കിക്കൊണ്ട് എപ്പോഴും വൈറ്റ് വാഷ് ചെയ്താൽ തീരുന്നതല്ല നമ്മുടെ വീഴ്ച എന്നൊന്ന് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. ശ്രീ റെജി ലൂക്കോസ്.